ഹായ് ഫ്രണ്ട്സ്, മണ്ണുത്തി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനേ കുറച്ച് ടെർമിനാലിയുടെ പ്ലാന്റ് ഇതിപ്പോൾ നമുക്ക് പുതിയതായിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത് ഒത്തിരി പേര് എൻക്വയറി ചെയ്ത പ്ലാന്റാണ്. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ്. നമ്മൾ ഈ പ്രാവശ്യം കുറച്ചധികം പ്ലാന്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് പറയാം. ഇത് ടെർമിനാലിയുടെ വെരിഗേറ്റഡ് വരുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് കണ്ട ഒരു വൈറ്റും ഗ്രീനും കൂടി മിക്സ് ചെയ്ത് വരുന്ന പ്ലാന്റാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ഒരു 3 ഫീറ്റ് 4 ഫീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നല്ല റേറ്റ് നമുക്കിത് സെയിൽ ചെയ്യാൻ സാധിക്കും. കാരണം ഒരു 7,000 എബോ ആണ്. നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് പറയുക ഏറ്റവും റേറ്റ് കുറവ് മണ്ണുത്തിലാണെന്ന് പറയുമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെയും ഈ ഒരു റേറ്റിനാണ് നമുക്ക് വരുന്നത്. ഇതിനും കുറവ് നമുക്കൊരു 1,000 to 2,000 റേഞ്ച് നമുക്ക് അങ്ങനെ ഈ പ്ലാന്റ്സ് അവൈലബിൾ അല്ല. പിന്നെ വരുന്നത് ഈ ഒരു സൈസാണ്. ഇത് എല്ലാ പ്ലാന്റ്സും നമുക്കൊരു അടി വലിപ്പമുള്ള പ്ലാന്റാണ് വരുന്നത്. സിംഗിൾ തട്ടാണ്. ഇതിൻ്റെ തട്ട് കൂടുന്നതനുസരിച്ച് നമുക്കിതിന് റേറ്റ് നമുക്ക് ഇടാവുന്നതാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ചെറിയ നഴ്സറിക്കാർക്കും അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾക്കത് മേടിച്ച് വെച്ചിട്ട് എങ്ങനെയായാലും നമുക്കിത് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. നമുക്ക് വലുതാക്കി കവറും മാറ്റി ചട്ടി മാറ്റി വെച്ച് കൊടുത്താൽ അത്യാവശ്യം നല്ലൊരു റേറ്റുള്ള പ്ലാന്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് നമ്മൾ 500 ആണ് റീറ്റെയിൽ പ്രൈസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഹോൾസെയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിത് ജസ്റ്റ് ഒന്ന് മേടിച്ച് വെച്ചിട്ട് നിങ്ങൾക്കിത് വലിയ പോട്ടിലേക്ക് ആക്കി തന്നെ പ്ലാന്റിന് ഗ്രോത്ത് ആയാൽ തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ടിൽ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും. നമുക്ക് വീടിൻ്റെ മുറ്റത്തൊക്കെ വയ്ക്കാൻ പറ്റും നല്ല പ്ലാന്റാണ് കേട്ടോ. കൊറിയർ നമുക്ക് അയച്ചു കൊടുക്കാം. പക്ഷെ നമുക്ക് മാക്സിമം ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ പ്ലാന്റ് വെക്കാൻ പറ്റില്ല. ഈ ഒരു പ്ലാന്റ് തന്നെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. 500 ഞാൻ സീസണിനുള്ളിലാണ് പറയുന്നത് കേട്ടോ. ഇൻസൈഡ് കേരള, അതർ സ്റ്റേറ്റ് കൊറിയർ ചാർജ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് യാതൊരു ഡാമേജ് കൂടാതെ നമുക്ക് സിംഗിൾ പീസ് ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റും. ചില വീഡിയോസിൽ ഞാൻ ഇതിനെ കിളിക്കൂട് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു പ്ലാന്റ്. ഇതിൻ്റെ മദർ പ്ലാന്റ് നിങ്ങൾക്കൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ. എനിക്ക് തോന്നുന്നു ചില റിസോർട്ടിൻ്റെ മുന്നിലൊക്കെ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു പ്ലാന്റ്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുന്നു. അത്രയും റേറ്റുള്ള പ്ലാന്റാണ് കേട്ടത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽ അറിയാൻ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാറ്റലോഗ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് നമ്മൾ ബൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് വണ്ടിയിലൊക്കെ കയറ്റി വിടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.